നമസ്കാരം. 2024 ലോക്സഭാ ഇലക്ഷന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എല്ലാ സർവേകളും രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ അറിയാനുള്ള ആകാംക്ഷയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക വാർത്താ ചാനലുകളും ഏജൻസികളെ ഉപയോഗിച്ച സർവേകൾ നടത്തി പുറത്തുവിടുകയാണ്. മിക്ക സർവേകളിലും ഇന്ത്യ സഖ്യത്തിൻ്റെ വളർച്ച ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും BJP ഇക്കുറി താഴെ ഇറങ്ങുമെന്നോ കോൺഗ്രസ് സഖ്യം അധികാരത്തിലെത്തുമെന്നോ പറയുന്നില്ല. എന്നാൽ BJPക്ക് തിരിച്ചടി ഉണ്ടാകുന്നുവെന്നാണ് പറയുന്നത്. ഇപ്പോൾ ലോക് പോൾ സർവേ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഇന്ത്യയിൽ തിരിച്ചുവരവിന് ശ്രമിക്കുന്ന പാർട്ടിയും ദേശീയ പദവി നിലനിർത്താൻ ശ്രമിക്കുന്ന CPMന് ചില പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. അതിൽ പ്രധാനം രാജസ്ഥാനിൽ നിന്നും ഒരു സീറ്റ് ലഭിക്കാൻ സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. രാജസ്ഥാനിൽ കഴിഞ്ഞ 2 ഇലക്ഷനുകളിലും എല്ലാ സീറ്റും നേടിയ BJPക്ക് ഇക്കുറി തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ലോക് പോൾ സർവേ പറയുന്നത്. കോൺഗ്രസ് സഖ്യത്തിന് 6 മുതൽ 8 സീറ്റുകൾ വരെ ഇക്കുറി ലഭിക്കാൻ സാധ്യതയവർ ചൂണ്ടിക്കാണിക്കുന്നു. അതിൽ 4 മുതൽ 6 സീറ്റ് വരെ കോൺഗ്രസ് നേടുമെന്നാണ് സർവേ പറയുന്നത്. മറ്റ് 2 സീറ്റുകൾ കോൺഗ്രസിൻ്റെ സഖ്യകൾക്കാണ് ലഭിക്കുക. സഖ്യകക്ഷികളെന്ന് പറഞ്ഞാൽ CPMും മറ്റൊന്ന് ഭാരതീയ ആദിവാസി പാർട്ടിയുമാണ്. CPMന് കാലങ്ങളോളം വേരോട്ടമുള്ള രാജസ്ഥാനിലെ സിക്കർ മണ്ഡലത്തിലാണ് പാർട്ടി സെക്രട്ടറിയും മുൻ MLAയുമായ ആംരാ റാം മത്സരിക്കുന്നത്. ആംരാ റാം പറയുന്നതനുസരിച്ച് വിജയമല്ല, മറിച്ച് ഭൂരിപക്ഷ റെക്കോർഡാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നാണ്. വിജയസാധ്യത കൂടാനുള്ള മറ്റൊരു കാരണം കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലമാണിത്. അതോടൊപ്പം സാക്ഷാൽ സച്ചിൻ പൈലറ്റ് തന്നെ ആംരാ റാമിൻ്റെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നതും ഇവിടെ വിജയ പ്രതീക്ഷ ഉയർത്തുന്നു. മറ്റൊരു സീറ്റ് ഭാരതീയ ആദിവാസി പാർട്ടിക്കാണ്. അടുത്ത സമയത്ത് രൂപീകൃതമായ ഈ പാർട്ടി കഴിഞ്ഞ നിയമസഭയിൽ നല്ല മുന്നേറ്റമാണ് നടത്തിയത്. രാജസ്ഥാനിൽ നിന്നും ആംരാ റാം വിജയിച്ചാൽ CPMന് നിലവിൽ തമിഴ്നാടിന് ശേഷം മറ്റൊരു സംസ്ഥാനവും MPയെ സമ്മേളിച്ചേക്കാം. എന്തായാലും ഇക്കുറി എങ്ങനെയും BJPയെ തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി സച്ചിൻ പൈലറ്റിൻ്റെ നേതൃത്വത്തിൽ സഖ്യമായാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. രാജസ്ഥാനിൽ BJPയും കോൺഗ്രസും തമ്മിലാണ് മത്സരം. മധ്യപ്രദേശിലും രാജസ്ഥാനും ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രധാന കക്ഷിയായി ഉള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പ്രാദേശിക പാർട്ടികളാണ് മുൻകൈയിൽ. എന്തായാലും ഇക്കുറി സഖ്യകക്ഷികളുമായി മത്സരിക്കാൻ ശ്രമിച്ച കോൺഗ്രസിന് രാജസ്ഥാനിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ലോക് പോൾ സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. 0 നിന്നും 8 സീറ്റുകൾ വരെ നേടുവാനാണ് സാധ്യത പറയുന്നത്. എന്നാൽ സച്ചിൻ പൈലറ്റ് ഉൾപ്പെടുന്ന കോൺഗ്രസ് നേതാക്കൾ 2 അക്കത്തിനുമേൽ ഇക്കുറി തങ്ങൾ നേടുമെന്നാണ് പറയുന്നത്. ഇതിൽ പ്രധാനം CPMൻ്റെ സീറ്റ് തന്നെയാണ്.